Hi guys, welcome back to the channel Autodrome. ഓട്ടോഡ്രോമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോട്ടിൽ വള്ളത്തോൾ ജംഗ്ഷനിലാണ്. നമുക്ക് അവിടെ ഒരു പുതിയൊരു വണ്ടി മരാസോ, മഹീന്ദ്രയുടെ മരാസോ M8 8 സീറ്റർ വണ്ടി നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡലുകളിലൊന്നായ മരാസോയാണ്. മരാസോ M8 8 സീറ്റർ വണ്ടിയാണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത്. 2019 ഏപ്രിലാണ് ഈ വണ്ടിയുടെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്നത്. മാനുവൽ ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക്. വണ്ടിയുടെ കളറിൻ്റെ പേര് നമുക്ക് അക്വ മറൈൻ എന്നാണ്. M8 എന്ന് പറഞ്ഞ വേരിയൻ്റ് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേർഷനാണ്. മഹീന്ദ്ര മരാസോയിലെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേർഷനാണ് M8. ഫുള്ളി ലോഡഡ് വെഹിക്കിളാണ്. TVS ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ വണ്ടി. KL05 ആണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ. കോട്ടയമാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത്. 8 സീറ്ററാണ് വണ്ടി. BS4 വേർഷനാണ് നമുക്ക് മരാസോ. ഒരു ബ്രാൻഡ് ന്യൂ കാറ് രജിസ്റ്റർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ സീറ്റിൻ്റെ പ്ലാസ്റ്റിക് കവേഴ്സ് പോലും റിമൂവ് ചെയ്തിട്ടില്ല. വണ്ടി ഒരു കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ ഓടി വന്നു, രജിസ്റ്റർ ചെയ്തിട്ട് ഓടി വന്നു, നേരെ ഷോറൂമിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുവാണ് വണ്ടി. വേറെ ഒരു തരത്തിലുള്ള ഒരു സ്ക്രാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വണ്ടിയിൽ. ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി വിത്ത് നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഇനി ഇത്രയും പുതിയൊരു വാഹനം എന്തുകൊണ്ടാണ് TVS കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു മഹീന്ദ്രയും TVS ആയിട്ടുള്ള ഒരു ഡീലർഷിപ്പ് വിട്ടതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന വണ്ടികളാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. ആകെ ഇനി ഒരു 3 വണ്ടിയും കൂടിയേ ബാക്കിയുള്ളൂ. 2 മരാസോയും ഒരു TUVയും കൂടിയാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ആ 3 വണ്ടികളിൽ ഒരു മരാസോണിത്. 2019 മോഡൽ, 4-ാം മാസം, M8 8 സീറ്റർ വെഹിക്കിളാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പുതിയൊരു വണ്ടി ഇത്രയും ലോ കിലോമീറ്റർ ഓടി ഒരു വണ്ടി വിൽക്കുന്നതെന്ന്, ഫ്ലഡ് അങ്ങനെയുള്ള ആക്സിഡൻറ്റോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അങ്ങനെയൊന്നുമല്ല ഒരു ഡീലർഷിപ്പ് വിട്ടത്. കാരണം ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം BS6 ഒരു നിയമം പ്രാബല്യത്തിൽ വരണേക്ക് മുമ്പ് തന്നെ വണ്ടി രജിസ്റ്റർ ചെയ്തു. അത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് മുന്നേ സെയിൽ ചെയ്ത് തീർക്കുന്നു എന്ന് മാത്രം. ആകെ വണ്ടി ഓടിയിരിക്കുന്നത് 345 കിലോമീറ്ററാണ് വണ്ടി ആകെ റൺ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിക്ക് സ്പെയർ കീയും 2 കീയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. വണ്ടിക്ക് 2023 വരെയുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതിൽ 23/3/2021 വരെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും അതിനുശേഷമുള്ള 2 ഇയേഴ്സ്, അതായത് 23/3/2023 വരെ തേർഡ് പാർട്ടി ഇൻഷുറൻസും. അങ്ങനെയാണ് ഈ വണ്ടിയുടെ ഇൻഷുറൻസ് വരുന്നത്. ഇറങ്ങുന്ന എല്ലാ പുതിയ വണ്ടികൾക്കും ആ ഒരു ടൈപ്പിലാണ് ഇൻഷുറൻസ് വരുന്നത്. 15,75,000 രൂപയാണ് ഈ വണ്ടിക്ക് വിലയായിട്ട് TVS നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഒരു എമൗണ്ട് നെഗോഷ്യബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷനും വണ്ടിയുടെ ബാക്കി പേപ്പർ വർക്കിൻ്റെ ഡീറ്റെയിൽസും അതും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവായി ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് നോക്കുക. വിൽപ്പനയ്ക്ക് വരുന്ന വാഹനങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഒരു ഷോർട്ട് ബ്രേക്ക്.